കൂട്ടുകാരെ നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ എൻ്റെ ഒരു അവസാനത്തെ വീഡിയോ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തോ ചാനൽ നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ എൻ്റെ മോണിറ്റൈസേഷനൊക്കെ പോയി. വാച്ചിങ് അവേഴ്സൊക്കെ ഞാൻ ആദ്യം ഉണ്ടാക്കണം. അപ്പം അതാണ് എനിക്ക് ഒരു നഷ്ടം ഉണ്ടായിരിക്കുന്നത്. ആ നഷ്ടം എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടം തന്നെയാണ്. കാരണം നമ്മൾ വാച്ചിങ് അവേഴ്സ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മൾ മോണിറ്റൈസേഷൻ ആവാനും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാവണം എന്നുള്ളത് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാനത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു വിഷമം തന്നെയാണ്. അപ്പോൾ ഞാൻ വീണ്ടും അറിയുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നിട്ടുണ്ട്. റീയൂസ്ഡ് കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് സംഭവിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലോങ് വീഡിയോ ആദ്യമൊക്കെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. ലോങ് വീഡിയോ നമ്മൾ എടുക്കുന്ന അതേ ഇതിൽ തന്നെ നമ്മൾ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതാണൊന്ന്. പിന്നെ എന്തോ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ചിത്രങ്ങൾ മാത്രം കാണിച്ചിട്ട് വോയിസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അത് കാരണം അങ്ങനെ ഒരു സാഹചര്യം ആയിരുന്നല്ലോ എനിക്ക്. അപ്പോൾ ഞാൻ പിന്നീടല്ലേ ഞാൻ ഫേസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, ആ വീഡിയോസൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും അപ്പീൽ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ആ വീഡിയോസൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയാം. വാച്ചിങ് അവേഴ്സിന് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇനിയും ഞാൻ വീണ്ടും ഒന്നേന്ന് തുടങ്ങണം. അപ്പോൾ പുതിയ ചാനൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ചാനൽ തുടങ്ങുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ അത്യാവശ്യം 500 600 അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വ്യൂസിന് കിട്ടാനും അതുപോലെ തന്നെ ഇപ്പോൾ 5000-ൻ്റെ അടുത്ത് എനിക്ക് നമ്മുടെ കുടുംബം ആയിട്ടുണ്ടല്ലോ, ഫാമിലി. അപ്പോൾ അതുപോലെ ആയി കിട്ടാനും വീണ്ടും നമ്മളത് കഷ്ടപ്പെടണ്ടേ. അപ്പോൾ എന്താ വേണ്ടതെന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ പറയണം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തത് പറയാനായിട്ട് വന്നെന്ന് മാത്രം കേട്ടോ. ഒരുപാട് പേര് പേഴ്സണലായിട്ടും അതുപോലെ തന്നെ എന്നോട് കമൻറ്റിലൂടെയും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ എനിക്കും കാര്യം അറിയാത്ത കാരണം കൊണ്ടാണ് ഞാനതൊന്നും വിശദീകരിക്കാതിരുന്നുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. പിന്നെ ഒരുപാട് പേര് എന്നെ അന്വേഷിച്ചു. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്ന് പറഞ്ഞു, എൻ്റെ സംസാരം ഇഷ്ടമാണെന്ന് പറഞ്ഞു, തനി നാട്ടിൻപുറത്തെ ഈ രീതികളും ഇഷ്ടമാണ്, നിങ്ങൾ വീഡിയോ നിർത്തരുത്, അതുകൊണ്ട് ഇതുപോലെ തന്നെ വരണം, ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ടും വാട്സപ്പിലൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ കമൻറ്റിലൂടെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. എല്ലാവരും എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ എത്രമാത്രം പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അതിൽ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. തീർച്ചയായും ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സ്നേഹവും സഹകരണം എനിക്ക് വേണം, ഇനിയും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ച് ശ്രമിക്കുക വേണം എനിക്ക് വേണ്ടിയിട്ട് വീണ്ടും വാച്ചിങ് അവേഴ്സ് കൂടാനും അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ എനിക്ക് തിരിച്ചു കിട്ടാനുമായിട്ട്. കാരണം എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ള വീഡിയോസൊക്കെ ഞാൻ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടുതലൊന്നും ഉണ്ടാവില്ല വാച്ചിങ് അവേഴ്സ്. നമ്മൾ അത്ര വലിയ വ്ളോഗറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. പിന്നെ ഇപ്പോൾ ഒരു സീരിയൽ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഫിലിം ആർട്ടിസ്റ്റോ ഒക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. അവരൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ അവർക്ക് വാച്ചിങ് അവേഴ്സും സബ്സ്ക്രൈബേഴ്സും എല്ലാം കിട്ടും. നമുക്കിപ്പോൾ അതുപോലെയൊന്നും കിട്ടില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു ഒരുപാട് സാഹചര്യങ്ങളിൽ നിന്നിട്ട് അത്രയും തിരക്കുള്ളൊരു ഇതായിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മളിങ്ങനെ വീഡിയോ ഇട്ട് പോകുന്നത്. അങ്ങനെ വീഡിയോ ഇട്ട് പോയിട്ടും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അതെൻ്റെ ഏറ്റവും വലിയൊരു അഭിമാനം തന്നെയാണ് എനിക്കതിൽ കേട്ടോ. കാരണം ഞാനിങ്ങനെ ഒരാളുടെയും സഹായം ഇല്ലാതെ ഞാൻ അങ്ങനെ ചെയ്തു പോയിട്ട് എനിക്ക് വീഡിയോ ഇടാനും അതുപോലെ ഒട്ടും സമയമില്ലാതെ ആയിട്ട് പോലും ഞാൻ വീഡിയോസ് ഇങ്ങനെ ഇടുന്നത് കൊണ്ടും അപ്പോൾ എനിക്ക് അതൊരു വലിയ സന്തോഷം തന്നെയാണ് കേട്ടോ. സന്തോഷം എന്ന് മാത്രമേ വലിയ അഭിമാനം തന്നെയാണ്. അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വീഡിയോസ് ഇങ്ങനെ ഇട്ട് പോകുന്നുണ്ട്. പിന്നെ അത്യാവശ്യം പേര് കാണുന്നുണ്ട്. കുറച്ചേ കാണുന്നുള്ളൂ വെച്ചാലും കാണുന്നവർ കുറച്ച് പേര് കാണുന്നുണ്ട്. കാണുന്ന വ്യക്തികൾക്ക് അത് ഇഷ്ടമാണെന്നുള്ളത് മനസ്സിലായി. അവരത് എന്നോട് ഞാൻ പറഞ്ഞു ശരിക്കും നാട്ടിൻപുറത്തെ ആ രീതിയും കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ട ആ നാട്ടിൻപുറത്തെ നല്ല നന്മകൾ പറഞ്ഞ പോലെ നാട്ടിൻപുറത്തെ ആ രീതിയും ആ സംസാരമൊക്കെ കാണാനും കേൾക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് നിർത്തരുത്, വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞു. അപ്പോൾ എനിക്കതൊക്കെ വളരെ സന്തോഷമുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് അവരത് പറയുമ്പോഴും ഒക്കെ നമുക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ. അങ്ങനെ അപ്പോൾ നിങ്ങളുടെ അവരുടെയും സഹകരണം ഉണ്ടാവണം. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണം. ഞാൻ പുതിയ ചാനൽ തുടങ്ങുകയാണോ വേണ്ടത്, അതോ ഇതേ ചാനൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണോ വേണ്ടത്, എന്താ വേണ്ടതെന്ന് പറയണേ.
എത്രമാത്രം നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഒരു വീഡിയോ നമ്മൾ ഉണ്ടാക്കുന്നതും ഇടുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും കൂടുതലായിട്ട് അറിയില്ല. അറിയുന്ന പോലെ ഞാനതൊക്കെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു, ശരിക്കും ഞാൻ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫാമിലിക്ക് വേണ്ട ഭക്ഷണം നമ്മൾ മേശപ്പുറത്ത് വെച്ച് കഴിക്കുന്ന സമയം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ വീഡിയോ റെഡിയാക്കി ഇടുന്നത് എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവിക്കുമ്പോൾ ആ തിരക്കിനിടയിൽ കൂടെയൊക്കെ ഞാൻ ഓരോ വീഡിയോസും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അത്രയും ഞാൻ എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്, എന്നാലും ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ എനിക്കൊരു വിഷമം തന്നെയാണ്. ആ വിഷമം പറഞ്ഞാൽ അറിയില്ല. അറിയുന്നവർക്ക് അറിയും കേട്ടോ. അല്ല ഇപ്പോൾ ഇങ്ങനെ ചാനലിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നവർക്കൊക്കെ അറിയും, അല്ലാത്തവർക്ക് അറിയില്ല, നമ്മൾ പറഞ്ഞാലൊന്നും അറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോസൊക്കെ എൻ്റെ പഴയ വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് അപ്പോൾ എനിക്ക് കളയേണ്ടി വരും. അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ വാച്ചിങ് അവേഴ്സൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഇനി ഇവിടുന്ന് കൂടുതലുണ്ടാവും തന്നെ വേണം. അല്ല പുതിയ ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഇതുപോലെ സബ്സ്ക്രൈബേഴ്സിനും വാച്ചിങ് അവേഴ്സും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പം രണ്ടും എനിക്ക് തോന്നുന്നത് ഒരുപോലെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയണം. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്തായാലും ഞാൻ 3-4 ദിവസമൊക്കെ വീഡിയോസ് ഇടാഞ്ഞത്, ഒരാഴ്ചയോളമായി തോന്നുന്നുണ്ടല്ലേ വീഡിയോ ഇടാഞ്ഞത്. എനിക്കും കാരണങ്ങൾ അറിയാത്ത കാരണമായിരുന്നു. അപ്പീൽ ചെയ്യാനായിട്ട്, മോണിറ്റൈസേഷൻ അപ്പീൽ ചെയ്യാനായിട്ട് യൂട്യൂബ് ടീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പീൽ ചെയ്തത് പോരാ എന്നാണ് പറഞ്ഞ് വീണ്ടും അപ്പീൽ ചെയ്യാനായിട്ട് അവർ തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്. അപ്പോൾ അതുവരെ മോണിറ്റൈസേഷൻ കട്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമുക്ക് $100 വരെയൊക്കെ ആയാലാണ് കാര്യമുള്ളൂ. അത്രയൊന്നും എനിക്ക് ആയിട്ടില്ല. എന്നാലും ആയത് പോകുമ്പോൾ ഒരു വിഷമം തന്നെയാണ് കേട്ടോ എനിക്ക്. അങ്ങനെ അപ്പോൾ ഇനിയും നിങ്ങളുടെ സഹകരണം, സ്നേഹവും സപ്പോർട്ടും എനിക്കുണ്ടാവണം. നിങ്ങളുടെ ഈ അഭിപ്രായം ഒന്ന് എന്നെ അറിയിക്കണം. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ പ്രശ്നം, എന്താ കാര്യം എന്ന് പറയൂ, നമുക്ക് യൂട്യൂബിൽ തന്നെ പരിഹാരം കിട്ടുന്നു. എന്താണെന്ന് പറയാൻ എനിക്കറിയാത്ത കാരണം കൊണ്ടാണ് ഞാനതിന് മറുപടി തരാതിരുന്നതും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാതിരുന്നതും കേട്ടോ. ഞാനൊരു വീഡിയോ കാരണം ഉച്ചവരും കഴിഞ്ഞ ശനിയാഴ്ചയാണോ ഞായറാഴ്ച എനിക്ക് ഓർമ്മയില്ല, ഉച്ചവരും എനിക്ക് വിവരമൊന്നും കിട്ടിയില്ല. ആ വിവരം കിട്ടാതിരുന്നപ്പോൾ, അതായത് നവംബർ 22 വരെയാണ് സമയം തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നവംബർ 21 വരെയും ഞാനതിൻ്റെ ടെൻഷനിൽ തന്നെയായിരുന്നു. അപ്പോൾ ആ 21 വരെ ഞാൻ ടെൻഷനിൽ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ചാനൽ നഷ്ടപ്പെട്ടിട്ടുള്ള സന്തോഷം ഉണ്ടെങ്കിലും എൻ്റെ വാച്ചിങ് അവേഴ്സും മോണിറ്റൈസേഷനും പോയി എന്ന് പറയുമ്പോൾ ആ വിഷമം എനിക്ക് നല്ലപോലെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ 2-3 ദിവസം ശരി, അപ്പോൾ എന്നോട് പറഞ്ഞു ഈ ചാനലിൽ വീഡിയോ ഇടാൻ കുഴപ്പമൊന്നുമില്ല, വലിയ വീഡിയോ ഇട്ട് തുടങ്ങിക്കോളൂ അങ്ങനെ പറഞ്ഞു. പക്ഷേ പുതിയ ചാനലാണെങ്കിലും ഇതാണെങ്കിലും ഇപ്പോൾ ഒരുപോലെയാണ് എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. പക്ഷേ പുതിയ ചാനലിലേക്ക് നമുക്ക് സബ് കിട്ടാനാണ് ഇനി വേണ്ടത്. ഈ ചാനലിൽ നമുക്ക് ഏകദേശം ഞാൻ പറഞ്ഞു 5000 ഫാമിലി ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതിന് നമുക്ക് പ്രശ്നമില്ല. ബാക്കി വാച്ചിങ് അവേഴ്സാണ് എനിക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. മറ്റേ വീഡിയോസൊക്കെ കളയുകയാണെന്നുണ്ടെങ്കിൽ വാച്ചിങ് അവേഴ്സ് വേണം. അപ്പോൾ നിങ്ങളുടെ ആരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ഇനിയും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരുടെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്. ഇപ്പം ഞാൻ 3-4 ദിവസമായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളില്ലാത്ത കാര്യം കണ്ടു എന്ന് ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ കണ്ടിട്ടില്ല. 3-4 ദിവസമായിട്ട് ഞാൻ ആരുടെയും വീഡിയോസൊന്നും കണ്ടിട്ടില്ല. കുറേ വിഷമങ്ങളുണ്ട്. പിന്നെ ഞാനും ഒരു യാത്രയിലൊക്കെ ആയിരുന്നു. യാത്രയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും എനിക്ക് നിങ്ങളുടെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും സഹകരണം എനിക്ക് വേണം. അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്നോട് പറയും വേണം. അപ്പം ഇനിയും കാണാം. നിങ്ങളുടെ സ്വന്തം ജോ. ബൈ, സീ യു.